അനന്തപുരി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ ഏതാണ്ട് 20 ദിവസത്തിലധികം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരുന്നു. അപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പോലും ഒരുപക്ഷെ ആർക്കെങ്കിലുമൊക്കെ നീതുവിനോലും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നിരിക്കാം. അതിനുശേഷം ഇപ്പോൾ ജീവിതത്തിലേക്ക് അപകടനില പൂർണ്ണമായിട്ട് തരണം ചെയ്ത് ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ അവസ്ഥ കാണുമ്പോൾ നീതുവിന് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ നമുക്കറിയാം ഒരു കുഴപ്പവും ഉണ്ടാകാതിരുന്നതാണ്, ഒരു സാധാരണഗതിയിലുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതാണ്. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എന്താണ് നീതുവിന് സ്വന്തം ശരീരത്തോട് തോന്നുന്ന ആ ഒരു വികാരം എന്താണ്? അതായത് ഞാൻ ഇപ്പം എല്ലാവരും എൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചപ്പോൾ ഭയങ്കര ക്രിട്ടിക്കലാണ്, ഹോപ്പൊന്നുമില്ല, രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആ കണ്ടീഷനിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. അനന്തപുരി അതിനുള്ളൊരു കെയർ എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് ഭയങ്കര ഒരു നന്ദിയാണുള്ളത്. ഡോക്ടേഴ്സൊക്കെ അത്രയും എനിക്ക് വേണ്ടി എഫേർട്ട്, അതായത് 24 hours, അതായത് അവർ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്താണോ വേണ്ടത് അത് അവർ ചെയ്തു. പക്ഷെ ഈ ഹോസ്പിറ്റൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞാൻ ആദ്യം ചെയ്ത ആശുപത്രി എന്നെ കുറച്ച് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് എന്നെ അപ്പോഴേ മാറ്റി. അതുമല്ല, ഇതിന് മുന്നേ അങ്ങനെ ഒരു പേഷ്യന്റ് കംപ്ലൈന്റ്, അതായത് ഒരു പേഷ്യന്റ് അങ്ങനെ കൊണ്ടുപോയി, അയാൾക്കും BP കുറഞ്ഞു, ഇതേ സർജറി ചെയ്തു, ഇതേ ഹോസ്പിറ്റലിൽ ഇതേ സർജറി ചെയ്തു, ഇതേ കണ്ടീഷൻ വന്നു, ഇങ്ങനെ കണ്ടീഷൻ വന്ന ആൾ മരിച്ചു, ഇതുപോലെ കൊണ്ടുവന്ന് മരിച്ചു. അപ്പൊ ഇതേ കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ, അതായത് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴല്ലേ ഇനി അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഇവർക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ഞാൻ അങ്ങനെ ചെന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ കെയർ തരുന്നില്ല, എന്നെ പെട്ടെന്ന് ഒരു ആശുപത്രിയിലേക്ക് മാറ്റുന്നില്ല. ഇത്രയും നേരം BP കുറഞ്ഞ് എൻ്റെ ഓർഗൻസ് ഒക്കെ ഡൗൺ ആയി ഇത്രയും ക്രിട്ടിക്കലായിട്ടാണ് എന്നെ ഈ കോസ്മെറ്റിക്കിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്രിട്ടിക്കലായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പണ്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, കൈ കാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് വിരലുകൾ പോവുക, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, കുട്ടികളെ നോക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പം എനിക്കുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ എന്തൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഇതിനകത്ത് സർക്കാർ തലത്തിലുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഒരു യുവതിയാണ്, 31 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോഗ്യസ്ഥയിൽ കടന്നു പോയപ്പോൾ സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു ഇടപെടൽ, നീതുവിന് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടപെടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ എല്ലായിടത്തും കംപ്ലയിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നിന്ന് പോലീസ് മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ആശുപത്രി കിടന്നപ്പോഴത്തേക്ക്. പക്ഷെ അതിനുശേഷം ആരും എന്നെ വന്ന് കാണുകയോ, അതായത് ഒരു DMO, നമ്മൾ വനിതാ കമ്മീഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വനിത എന്നുള്ള നിലയിൽ, നേരത്തെ പറഞ്ഞാൽ വനിത എന്ന നിലയിൽ അവരൊന്നും വന്ന് കാണുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ എന്താ ആക്ഷനാണ് മുന്നിട്ട് പോയെന്ന് എനിക്കറിയില്ല. റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കത്ത് മാത്രമേ നമുക്ക് തിരികെ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു അനുകൂലം അല്ലെങ്കിൽ ഇപ്പം എത്ര കമ്മിറ്റി കൂടിയാലും ഇവർ ഡോക്ടേഴ്സിന് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത്രയും പറയണം, ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്, എനിക്ക് ഇങ്ങനത്തെ പോസ്റ്റ് സർജിക്കൽ കെയർ കിട്ടിയിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഞാനിങ്ങനെ പ്രശ്നം പറഞ്ഞപ്പോൾ എന്നെ ഒരു ബെറ്റർ ഫെസിലിറ്റിയിലോട്ട് എത്തിച്ചില്ല, എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു, അതായത് ഇത്രയും ക്രിട്ടിക്കലായിട്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് ഇത്രയും നമ്മൾ കാര്യങ്ങൾ, അതായത് എനിക്കിങ്ങനെ ഒരു സർജറി കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഉള്ളിൽ അവർ ഒരു ഓപ്പറേഷൻ അനന്തപുരിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത സ്ഥലം ലാപ്രോട്ടമി എന്ന് പറയും, ചെയ്ത സ്ഥലം ഒന്നും കൂടെ അവരൊന്ന് തുറന്ന് പരിശോധിച്ചു. അപ്പം നോക്കിയപ്പോൾ എനിക്ക് സെപ്സിസ് ഉണ്ടായിരുന്നു, അതായത് അണുബാധത ഉണ്ടായിരുന്നു. എങ്ങനെ ചുമ്മാ ഇരുന്ന ഒരു സർജറി ചെയ്തപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു അണുബാധത ഉണ്ടായി, അതിന് മറുപടി പറയുന്നില്ല. പിന്നെ ഇതിലെല്ലാത്തിലും പുറമേ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നമ്മളടുത്ത് പറഞ്ഞ് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പിന്നെ അത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് സർജറി ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു ഡീറ്റെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിടുത്തെ ഒരു വിദഗ്ധ ഡോക്ടറും കൂടെ ഇതിനകത്തുണ്ടാകും. അയാളുടെ ബ്രാൻഡിലാണ് ആ ഹോസ്പിറ്റൽ ഓടുന്നത്. അപ്പം പുള്ളിയിലെ വിശ്വസിച്ച് പുള്ളി ഉണ്ടായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ പുള്ളി സർജറിക്ക് ഇല്ലായിരുന്നു എന്നാണ് പിന്നീട് നമുക്ക് കിട്ടിയ അറിവ്. ഡോക്ടർ ആ ക്ലിനിക്കിന്റെ ഡോക്ടറായിരുന്നു, അത് പുറത്തു നിന്നുള്ള ഒരു ഈ കേരളത്തിൽ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറായിരുന്നോ? ആ ഡോക്ടർ ക്ലിനിക്കിന്റെ ഉടമയാണ് ആ ഡോക്ടർ. അപ്പം പുള്ളി ഉണ്ടായിരിക്കും, പുള്ളി അതിന്റെ മെയിൻ ആളാണ്. ഇപ്പം നമ്മളിപ്പം ഓരോ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ പുള്ളി ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഇതിനൊരു ഒരു അഷ്വറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളിവിടെ വന്ന് ചെയ്താൽ അപ്പം പുള്ളി ഉണ്ടായിരിക്കും എന്ന് എന്നോട് പറയുന്നുണ്ട് ആ സർജറിയിൽ. അതും എന്നോട് കാണിച്ചൊരു വഞ്ചനയാണ്. അപ്പം ഞാനിങ്ങനെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് നഴ്സിൻ്റെ അടുത്ത്, ഈ സർജറി ആരൊക്കെയാണ് ചെയ്തത്? അപ്പോൾ പറഞ്ഞ് 3 ഡോക്ടേഴ്സും ഉണ്ടായിരുന്നതാണ്. പക്ഷെ പിന്നീട് ഞാൻ അറിയുന്നത്, അതായത് ഇപ്പോഴും ഈ ഇടയ്ക്ക് ഞാൻ അറിയുന്നത്, പുള്ളിയുടെ
മൊഴിയിൽ പുള്ളി പറഞ്ഞ ഞാൻ ഈ സർജറിക്ക് ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഒഴിയാനൊന്നും പറ്റില്ലല്ലോ, കാരണം അവരെയും വിശ്വസിച്ചല്ലേ നമ്മൾ ചെല്ലുന്നത്. പുള്ളി ഇത്ര വിദഗ്ധ ഒരു ഡോക്ടർ, നമ്മളിപ്പോൾ ഏതെങ്കിലും വേറെ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും സർജറി ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ മെയിൻ ആളുണ്ടായിരിക്കുമോ എന്നല്ലേ നോക്കുന്നത്. ഇനിയിപ്പോൾ നിയമപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? ഇപ്പോൾ അച്ഛനും ഹസ്ബൻഡും ഒക്കെ പോലീസിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുത്തിട്ടും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപവുമുണ്ട്. അപ്പോൾ നീതുവിന്റെ ഭാഗത്ത് നിന്ന് നീതു ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? നമ്മൾ ഇവിടെയൊക്കെ പരാതി കൊടുക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ റിപ്പോർട്ടാണ് ചോദിക്കുന്നത്, ഉടനടി ഈ റിപ്പോർട്ട് കിട്ടണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് വേണ്ടേ? നമ്മൾ ഇത്രയും ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മൾ പലരിടത്തും ചോദിച്ചു, പല ഡോക്ടേഴ്സിനോടും ചോദിച്ചു എന്താണ് വീഴ്ച വന്നതെന്ന് ചോദിച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ശരി, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി, കോംപ്ലിക്കേഷൻ എങ്ങനെ റെക്ടിഫൈ ചെയ്യണമെന്നാണ് ഈ ഡോക്ടേഴ്സ് ചെയ്യണത്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല, പ്രോപ്പറായിട്ട് കിട്ടിയില്ല. അപ്പോൾ അത് ഈ റിപ്പോർട്ടിൽ വരണം. ഡോക്ടർമാരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ആരുടെയൊക്കെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടല്ലേ? അതെനിക്ക് തോന്നുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ ഇതിനൊക്കെ നമ്മൾ ഇറങ്ങി തിരിക്കുന്നതിന് മുന്നേട്ട് നമ്മൾ ഈ ഡോക്ടറിനോട്, അതായത് കോസ്മെറ്റിക് ഹോസ്പിറ്റലിലെ ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് എനിക്ക് അനുകൂലമായിരിക്കും, നിങ്ങൾക്ക് അനുകൂലമായിട്ട് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് തരില്ല എന്ന് ഡോക്ടർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറയണം. അപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, നമ്മളാണ് അനുഭവിച്ചത്, അപ്പം നമുക്കാണ് അതിൽ നീതി കിട്ടേണ്ടത്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധയാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാതെ വന്നപ്പോൾ ഒരാൾക്കുണ്ടായ ഒരു അശ്രദ്ധ, അത് ഒരാൾ മരിച്ചു, ഒരാളുടെ സിറ്റുവേഷൻ ഇങ്ങനെ. നാളെയോ മറ്റന്നാളോ വേറെ ആൾക്കാർ പോയാലും അവർക്ക് ഇങ്ങനെ തന്നെയായിരിക്കും അനുഭവം. ഇന്ന്